നാം പുതുതായിട്ട് ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം നമ്മളോട് അല്പമേ ക്ഷമിച്ചിട്ടുള്ളെന്ന്. എന്നാൽ ഞാൻ ക്രിസ്തുവിൽ കൂടുതൽ വളർന്നു വന്നപ്പം പാപത്തിൻ്റെ ഗൗരവം ഞാൻ കൂടുതൽ മനസ്സിലാക്കാനിടയായി. ചെറിയ കാര്യങ്ങളിൽ അത് ആരംഭകാലത്ത് നിസ്സാരമായിട്ട് എടുത്തതാണ്. ഞാൻ മനസ്സിലാക്കി മറ്റാരേക്കാളും ഏറ്റവും അധികം പാപം ചെയ്ത് ഞാനാണെന്ന്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ആത്മീക വളർച്ച എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഞാൻ മുൻപും ഇത് പറഞ്ഞിട്ടുണ്ട്. പൗലോസിന് ഏതാണ്ട് 55 വയസ്സുള്ളപ്പം 1 കൊരിന്ത്യർ 15 അവൻ ഇപ്രകാരം പറഞ്ഞു: 1 കൊരിന്ത്യർ 15 അധ്യായം അതിൻ്റെ ഞാൻ ചിന്തിക്കുന്നു 9 വാക്യം. തനിക്ക് 55 വയസ്സുള്ളപ്പോൾ പൗലോസ് തന്നെ വിളിച്ചെന്താ, സകല അപ്പോസ്തലന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനാണ്. മറ്റപ്പോസ്തലന്മാരൊക്കെ എന്നേക്കാൾ മെച്ചപ്പെട്ടവരാണ്. അത് പത്രോസോ യോഹന്നാനോ ആര് തന്നെ ആയിക്കോട്ടെ, ബർത്തലോമായോ, അവരെല്ലാവരും എന്നേക്കാൾ മെച്ചപ്പെട്ടവനാണെന്നാണ് പൗലോസ് പറയുന്നത്. അവൻ അനേക സഭകൾ സ്ഥാപിച്ച ശേഷം അവനെക്കുറിച്ച് തോന്നിയത് അതാണ്. ദൈവത്തിന് വചനം തന്നെ അവൻ എഴുതിയതിനു ശേഷം നമ്മളിൽ ആരെങ്കിലും ചെയ്തതിനേക്കാൾ 1000 മടങ്ങ് കൂടുതൽ ചെയ്ത ശേഷം അവന് തോന്നിയതാണ്. അവൻ പറഞ്ഞ അപ്പോസ്തലന്മാരെക്കാളെല്ലാം ഞാൻ ചെറിയവനാണ്. 5 കൊല്ലത്തിന് ശേഷം അവൻ എഫേസ്യ ലേഖനം എഴുതി. ഈ എഫേസ്യ ലേഖനത്തിൽ അവൻ ഇപ്രകാരം പറയുന്നു. എഫേസ്യ ലേഖനം 3 അധ്യായത്തിൽ അതിൻ്റെ 8 വാക്യം: സകല വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനല്ലോ. ഇപ്പോൾ അപ്പോസ്തലന്മാരെ പറ്റിയല്ല അവൻ പറയുന്നത്. 55 വയസ്സുള്ളപ്പോൾ അവന് തോന്നി എല്ലാ അപ്പോസ്തലന്മാരിലും അവൻ ചെറിയവനാണ്. അവൻ 60 വയസ്സുള്ളപ്പം അവന് തോന്നി. അവൻ ഈ കാര്യം പറയുന്നത് താഴ്മയുടെ ഒരു ഭാവത്തിലല്ല, ഒരിക്കലുമല്ല. മിക്ക ആളുകൾ ഇത് പറയുന്ന യഥാർത്ഥ താഴ്മയോടല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് വിശ്വസിക്കാനേ കഴിയില്ല. പരിശുദ്ധാത്മാവ് അവനെ കൊണ്ട് കാപട്യത്തോടെ ഒരു കാര്യം ദൈവവചനത്തിൽ എഴുതുവാനായിട്ട് അവനെ അനുവദിക്കത്തില്ലായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലാണ് അവൻ ഇത് എഴുതുന്നത്. 100% സത്യമായ കാര്യം അവൻ പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരിലും ഞാനാണ് ചെറിയവൻ. നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അതിനർത്ഥം അപ്പോസ്തലനായ പൗലോസ് വളർന്ന അത്രയും നിങ്ങൾ വളർന്നിട്ടല്ല, അത്രേ ഉള്ളൂ. പിന്നെയും 5 കൊല്ലം മുൻപോട്ട് പോയി. ഇപ്പോൾ അവൻ 65 വയസ്സ് പ്രായമായി. ഇപ്പോഴവൻ 1 തിമോത്തിയോസിൽ എഴുതുകയാണ്. അതിൻ്റെ 1 അധ്യായത്തിൽ 15 വാക്യത്തിൽ 1 തിമോത്തിയോസ് 1:15 യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. അവരിൽ ഞാനാണ് ഒന്നാമൻ. ആ എല്ലാ പാപികളിലും ഞാനാണ് ഒന്നാമൻ. വിശുദ്ധിയിൽ എങ്ങനെയാണ് പൗലോസ് വളരുന്നതെന്ന് നിങ്ങൾ കണ്ടോ? സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ. 55 വയസ്സുള്ളപ്പോൾ അപ്പോസ്തലന്മാരിലും ഏറ്റവും ചെറിയവൻ. 60 വയസ്സുള്ളപ്പോൾ എല്ലാ വിശുദ്ധന്മാരിലും ചെറിയവൻ. 65 വയസ്സുള്ളപ്പോൾ ലോകത്തിലുള്ള എല്ലാവരെക്കാളും വലിയ പാപി. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? 65 വയസ്സുള്ളപ്പോൾ അവൻ കൂടുതൽ പാപം ചെയ്തോ? ഒരിക്കലും അല്ല. ഞാൻ ചിന്തിക്കുന്നു ആ സമയത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വിശുദ്ധനായ മനുഷ്യനായിരുന്നു അവൻ. അതുപോലെ തന്നെ അപ്പോസ്തലനായ യോഹന്നാനും. അത് പാപത്തെപ്പറ്റി അവനുണ്ടായ അധികം അറിവാണ്. നിങ്ങൾ കർത്താവിനോട് കൂടുതൽ അടുത്ത് ചെല്ലുമ്പോൾ മുമ്പ് നിങ്ങൾ പാവമെന്ന് കരുതാത്ത പല കാര്യങ്ങളും പെട്ടെന്ന് നിങ്ങൾ പാവമാണെന്ന് കാണും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്ന വിധം. ആത്മീയനായ ഒരാൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കുകയില്ല. നിങ്ങൾ കണ്ടെത്തുന്ന ആ സംസാരിച്ചതിലെ ആ വാക്ക് അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടത് എന്നുള്ള കാര്യമായിരിക്കുകയല്ല, ആ സംസാരിച്ച വിധമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നു. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ സംസാരത്തിനിടയിൽ നാം പലതും അലക്ഷ്യമായിട്ടാണ് എടുക്കുന്നത്. ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്: അതിപരിചയം അവജ്ഞ ഉളവാക്കുന്നു. അതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ പറയാനായിട്ട് കഴിയും. ഒരാളെ നമുക്ക് വളരെയധികം പരിചയമാകുമ്പോൾ പല വർഷങ്ങളായിട്ട് നമുക്കറിയാം. സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ കുറേ കഴിയുമ്പോൾ അവരോടുള്ള ബഹുമാനം നമുക്ക് നഷ്ടപ്പെടും. ഒരു വിലയും കൽപ്പിക്കാത്ത വിധത്തിൽ ആ അതിപരിചയം, അതിലൂടെ ഒരവജ്ഞ. എന്നാൽ നമ്മുടെ കഥയിൽ വന്ന് കൊട്ടുന്ന ഒരു അപരിചിതനോട് നമ്മൾ ബഹുമാനത്തോടെ സംസാരിക്കുന്നു.
എന്നാൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന അവരോട് കഠിനമായിട്ടും മോശമായിട്ടും അതുപോലെ പലപ്പോഴും സ്നേഹമില്ലാതെയും പെരുമാറും. ആ അതിപരിചയം നമുക്ക് ഒരു തരം അവജ്ഞ ഉളവാക്കുന്നു. സഹോദര പാത്രത്തിൻ്റെ അകം വെടിപ്പാക്കുക. അങ്ങനെ അതിൻ്റെ പുറവും സ്വാഭാവികമായിട്ട് വെടിപ്പാകും. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണമെന്നല്ല, അല്ല, പുറത്തെപ്പറ്റി നീ ശ്രദ്ധിക്കുകയേ വേണ്ട. എപ്പോഴും പുറത്തെപ്പറ്റി സൂക്ഷിച്ചുകൊണ്ടിരിക്കണ്ട. അകം വെടിപ്പാക്കുക. പുറം സ്വാഭാവികമായിട്ട് വെടിപ്പുള്ളതായിത്തീരും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു. കൊലോസ്യർ 3:15 ഇവിടെ പറയുന്നത്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ, എൻ്റെ ബൈബിളിൻ്റെ മാർജിനിൽ പറയുന്നത്, ഒരു റഫറിയെ പോലെ ആയിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ വാഴണം. അതിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഒരു റഫറി എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോളിലോ ഒരു ബാസ്ക്കറ്റ് ബോളിലോ ബേസ്ബോൾ ആകട്ടെ, റഫറി ഒരു വിസിലടിച്ചാൽ, വിസിൽ കേട്ടാൽ നിങ്ങൾ കളി നിർത്തണം. നിങ്ങൾ ഗോൾ അടിക്കാൻ തുടങ്ങുകയായിരിക്കും, പ്രശ്നമില്ല, നിങ്ങൾ കളി അവിടെ നിർത്തണം. അതിൻ്റെ അർത്ഥം ഇതാണ്, ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം പോയാൽ അവിടെ നിൽക്കുക. ആ സമയത്ത് നിൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു കാര്യത്തിൽ നീ തെറ്റാണ്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കാൻ, ഇല്ലില്ല ഞാനൊന്നും തെറ്റായി പറഞ്ഞില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ ഞാൻ ചെയ്തത് ശരിയാണെന്ന്. നീ എത്ര ഉച്ചത്തിലത് പറഞ്ഞാലും നിങ്ങളുടെ ആത്മാവിൽ മറ്റൊരു ശബ്ദം ഇങ്ങനെ പറയുന്നുണ്ട്, നീ അസ്വസ്ഥനാണ്. അത് ആ റഫറിയുടെ വിസിലടിയാണ്. പുറമേ നിങ്ങൾ പറഞ്ഞ് തെളിയിക്കുമായിരിക്കും, ഞാനൊന്നും തെറ്റായി ചെയ്തില്ല, ഞാനൊന്നും തെറ്റായിട്ട് പറഞ്ഞില്ല. ഇങ്ങനെ എത്രയെത്ര വാദപ്രതിവാദങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകാം. വീട്ടിൽ രണ്ടുപേരും പറഞ്ഞ് അവർ ശരിയാണെന്ന് സ്ഥാപിക്കുന്നു. ഞാൻ അങ്ങനല്ല പറഞ്ഞു, അതിൻ്റെ അർത്ഥം അതായിരുന്നില്ല. നിങ്ങൾ എത്ര ശക്തമായിട്ട് അത് പറയുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ആ വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുക. കുറച്ചു നേരം നിൻ്റെ വായ അടച്ചു പിടിക്കുക. അകത്തുനിന്ന് വരുന്ന ആ ശബ്ദം ശ്രദ്ധിക്കുക. ക്രിസ്തുവിൻ്റെ സമാധാനം അതായിരിക്കട്ടെ റഫറി. അതിനർത്ഥം ആ സമാധാനം ഇല്ലെങ്കിൽ അത് ആ റഫറി വിസിലടിക്കുകയാണ്. എനിക്ക് എന്നെ തന്നെ നീതീകരിക്കാൻ പറ്റുമെങ്കിലും, ഞാനൊന്നും ചെയ്തില്ലെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിലും, മറ്റാളുകളോട് നിങ്ങൾക്ക് അങ്ങനെ പറയാം. എത്രമാത്രം മറ്റുള്ളവരെ നിങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിച്ചാലും റഫറി ഉള്ളി വിസിലടിച്ചുകൊണ്ടേയിരിക്കുക, എൻ്റെ ഹൃദയത്തിൽ സമാധാനമില്ല. അനേക വർഷങ്ങളായിട്ട് ഞാനിത് പ്രമാണമായിട്ട് ആചരിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതെന്നെ വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തെ കൂടുതൽ സമാധാനമുള്ളതാക്കി. നിരുത്സാഹപ്പെടുന്നതിൽ നിന്ന് ഇതെന്നെ രക്ഷിച്ചു 100%. ഇതെന്നെ അസ്വസ്ഥപ്പെടുന്നതിൽ നിന്നും, അതുപോലെ തന്നെ മറ്റാളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയുള്ള പ്രതിഷേധത്തിൽ നിന്നും, അവരുടെ പ്രവൃത്തിയോ അവരുടെ സംസാരമോ, അതുപോലെ തന്നെ എനിക്കെതിരെ അവർ ചെയ്ത ഒരു മോശം പ്രവൃത്തിയോ, എൻ്റെ ഉള്ളിൽ ആ റഫറി അടിക്കുന്ന ആ വിസില് ഞാൻ കേട്ടാൽ, മറ്റുള്ളവരെന്തും ചെയ്യട്ടെ, അതെൻ്റെ പ്രശ്നമാണ്. ആ ക്രിസ്തുവിൻ്റെ സമാധാനം, അത് അത്ഭുതകരമായൊരു ജീവിതമല്ലേ? എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ ഇഷ്ടം മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാനായിട്ട് കഴിയുകയില്ല. അവിടെ ഞാനും ദൈവവും മാത്രമേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ സമാധാനം വസിക്കണമെന്ന് ഞാൻ താല്പര്യമുള്ളവനാണെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എന്നെ കൊല്ലാം, ശരി, ഞാൻ എൻ്റെ ഹൃദയത്തിലെ സമാധാനം കളയത്തില്ല. അങ്ങനെ ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. എബ്രായർ 4 നിങ്ങൾ വായിച്ചു നോക്കുക. ഇതാണ് ആ ശബത്ത് അനുഭവം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ 1-ാം ദിവസം മനുഷ്യൻ ജോലി ചെയ്യുകയായിരുന്നില്ല. അല്ല, അവൻ പറഞ്ഞു, ആദാമേ, ഹവ്വയെ, തോട്ടത്തിലെ പണി അവിടെ നിൽക്കട്ടെ, ജോലിയൊക്കെ പിന്നീടാകാം. നിൻ്റെ 1-ാമത്തെ ദിവസം നീ സ്വസ്ഥനായിട്ട് ഇരിക്കുക, ആ 7-ാം ദിവസം സ്വസ്ഥനായിരിക്കുക. അവൻ അതൊരു നിയമമാക്കി. 7-ാം ദിവസം സ്വസ്ഥതയുടെ ദിവസമായിരിക്കണം. അവൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഇത് ലംഘിക്കുന്നവനെ നിങ്ങൾ കൊന്നുകളയണം. അത് അത്രമാത്രം പ്രാധാന്യമുള്ളൊരു കാര്യമായിരുന്നു. ഈ സ്വസ്ഥതയുടെ പ്രാധാന്യം അവർ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇന്ന് ആ ശബത്തിൻ്റെ അർത്ഥം നമുക്കെങ്ങനെയാണ്? അതേ കാര്യമാണ്. ക്രിസ്തുവിൻ്റെ ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴണം. യേശു പറഞ്ഞു, ആരെങ്കിലും അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അനേക ഭാരവുമായിട്ട് ജീവിക്കുന്നെങ്കിൽ, ഒരാൾ നിങ്ങൾക്കെതിരെ ഒരു കാര്യം ചെയ്തു, 10 കൊല്ലം മുമ്പായിരിക്കും അത്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം തരാം, ഞാൻ നിനക്ക് സ്വസ്ഥത തരാം. കർത്താവ് നിൻ്റെ പാപമൊക്കെ നിന്നോട് ക്ഷമിച്ചു, അവൻ നിനക്ക് സ്വസ്ഥതയും തരും.
അതില്ലെങ്കിൽ അത് അന്വേഷിക്കുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. പൂർണ്ണ ഹൃദയത്തോടെ ആ ബസ് പോകുന്നതിന് മുമ്പ് അതിൽ കയറുക. ആമേൻ.